പ്രായോഗിക ജീവിതത്തിന് ഊന്നൽ കൊടുക്കുന്ന, പ്രായോഗിക ജീവിതത്തിൽ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഏറെ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. So here in this passage we see James is telling, he's saying 4 times he's emphasizing on the word patience. ഈ ക്ഷമ, ദീർഘക്ഷമ എന്നുള്ള വാക്ക് 4 പ്രാവശ്യം അദ്ദേഹം എടുത്ത് അടിവരയിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത്. I'm sure all of you have prayed for patience. ഇത് നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. കർത്താവേ എനിക്ക് ദീർഘക്ഷമ തരണമേ എന്ന് നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയവും കൂടിയാണ്. My mother always tells, always pray for patience. എന്റെ അമ്മ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ദീർഘക്ഷമ എന്നുള്ള വിഷയം. But nowadays patience is not there with us. എന്നാൽ ഈ കാലത്തെ നോക്കുമ്പോൾ, ഈ കാലങ്ങളെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഈ നല്ല വിഷയം, ഈ നല്ല സ്വഭാവം അനേകരിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Some say when you are about to get angry, start counting to 10. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ദേഷ്യം വരുന്നുണ്ടെ 1 മുതൽ 10 വരെ എണ്ണാൻ തുടങ്ങണമെന്ന്. അത് പണ്ടായിരുന്നു. ഇപ്പം നേരെ എല്ലാം അല്ലേ? It's true. Even it applies to my life also. When we are going through life, when we get angry at something, we lose control. പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഞാനും ഇതിന് വ്യത്യസ്തനല്ല. അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പെട്ടെന്ന് ഒരു മുൻകോപമോ ശുണ്ഠിയോ ഒക്കെ എന്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട്. So here I'm going to give you 2 points. ഇവിടെ ഞാൻ 2 മർമ്മഭാഗങ്ങളെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. On how you can have some patience, how you can gain some patience. നിങ്ങൾക്ക് എങ്ങനെ ദീർഘക്ഷമ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The first point is the promise of the Lord's coming. കർത്താവിന്റെ വരവ് എന്നുള്ള ആ വിലയേറിയ വാഗ്ദത്തത്തെ കുറിച്ച് സംസാരിക്കുവാനാണ് ഇത്തരണത്തിൽ പരാമർശന വിഷയമായി ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. We'll just read verses 7 to 8 again. 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. 8ാമത്തെ വാക്യം, ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. First thing that we have to hope on the second coming of the Lord. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ വിഷയം എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ നമ്മൾ ദീർഘക്ഷമയോടെ ഇരിക്കണമെന്ന് എടുത്തു പറയുന്നു. Here James is telling about a practical example. Just like a farmer waits for his harvest, ഒരു കൃഷിക്കാരൻ തന്റെ ഫലശേഖരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ എന്നുള്ള ദൃഷ്ടാന്തമാണ് അദ്ദേഹം സമാനമായി പറയുന്നത്. That's how we have to wait for second coming of the Lord. ഇപ്രകാരമാണ് കർത്താവിന്റെ വരവ് വരെയും അവന്റെ പ്രത്യക്ഷത വരെയും നമ്മൾ ദീർഘക്ഷമയോടെ ഇരിക്കേണ്ടതെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. But one question can I ask you? എന്നാൽ ഒരു ചോദ്യം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, does the farmer know exactly when his harvest is coming? എന്നാൽ കൃത്യമായിട്ട് ഏതെങ്കിലും കർഷകന് പറയുവാൻ കഴിയുമോ ഈ ഫലശേഖരം എന്ന് കൃത്യതയോടുകൂടി എന്നായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? Sometimes there won't be rain. ചില സമയങ്ങളിൽ മഴ കാണുകയില്ല. Sometimes there'll be floods. ചില സമയങ്ങളിൽ വെള്ളപ്പൊക്കമായിരിക്കും. But that doesn't stop him from preparing for the harvest. എന്നാൽ ഇതൊന്നും ഈ ഫലശേഖരം എന്നുള്ള ചിന്തയെ ബാധിക്കുന്നില്ല. He keeps on working and working. അയാൾ പിന്നെയും തന്റെ കാർഷിക ഭൂമിയിൽ എല്ലായ്പ്പോഴും അധ്വാനിച്ചുകൊണ്ട് തന്നെയിരിക്കും. With the hope one day that his harvest is going to reap. കാരണം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യാശ അല്ലെങ്കിൽ ആശ എന്ന് പറയുന്നത്, എനിക്കൊരു കൊയ്ത്തുണ്ട്, എന്റെ കൃഷിഭൂമിയിൽ എനിക്ക് കൊയ്ത്തിന്റെ ഒരു ദിവസമുണ്ട് എന്നുള്ളതാണ് അയാളുടെ ശുഭപ്രതീക്ഷ. So whatever situation that we face, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് തരം മേഖലകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും, no one day the Lord is going to come and all this is going to go away. എന്ത് ആഘാതങ്ങളോ എന്ത് പ്രത്യാഘാതങ്ങളോ എന്ത് അനുകൂലങ്ങളോ പ്രതികൂലങ്ങളോ വരുമ്പോഴും നമ്മുടെ മേഖലകളല്ല, നമ്മൾക്ക് അതിന് ഉപരിയായി ഒരു ചിന്ത നമ്മെ ഭരിക്കണം, എന്റെ കർത്താവ് വരുന്നൊരു ദിവസമുണ്ട്. What happens when Christ comes? I'm sure everybody knows. Just ask yourself one more time. What happens when Christ comes? യേശു കർത്താവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, What happens? എന്താണെന്ന് സംഭവിക്കുക? We go rise up to heaven with him.
കർത്താവിൽ നിദ്ര പ്രാപിച്ചവരും ജീവനോടിരിക്കുന്നവരും യേശു കർത്താവിനോടൊപ്പം സ്വർഗത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. And there is no sorrow, there is no pain, there is no hurt. We are free from everything, no burden at all. ഭൗതികമായ ദുഃഖഭാവങ്ങളൊന്നുമില്ലാത്ത, മുറവിളിയും കണ്ണുനീരും വിഷാദങ്ങളുമില്ലാത്ത ഒരു പ്രത്യേക ലോകത്തിലേക്കാണ് നമ്മളെ അദ്ദേഹം എടുത്തുകൊണ്ടുപോകുന്നത്. The Bible tells us about streets of gold, pearly gates. അവിടെ സ്വർണത്തിന്റെ പാതകളുണ്ട്, വീഥികളുണ്ടെന്നൊക്കെയും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. So many things. Whatever we have not even imagined. നമ്മൾ ഇതുവരെയും ഭാവനയിൽ പോലും കണ്ടിട്ടില്ലാത്ത അനവധി വലിയ വലിയ മഹത്വമേറിയ കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. So remember, whatever trials you face through, whatever situation that you may go through, there is a solution. There is a day that's coming when all this is going to go away. ഈ കൃഷിക്കാരന്റെ അനുഭവം വെച്ച് നോക്കുമ്പോഴും ദൈവവചനത്തിന്റെ ഈ അനുഭവത്തിൽ കൂടി നിലനിന്ന് ചിന്തിക്കുമ്പോഴും ഒരു കാര്യം വളരെ സ്പഷ്ടമാണ് സഭയോട് പറയുവാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് തരം മേഖലകളിൽ കൂടി കടന്നുപോകും, ശാന്തതയാകട്ടെ പ്രക്ഷുബ്ധമാകട്ടെ, എന്ത് തരം മേഖലയിൽ കൂടി കടന്നു പോകുമ്പോഴും നമ്മെ ഭരിക്കേണ്ട ഒരു ചിന്തയുണ്ട്. എന്റെ കർത്താവ് വരുന്നൊരു ദിവസമുണ്ട്, എന്റെ കർത്താവ് വരുന്നൊരു ദിവസമുണ്ട്. In December 2012, 2012 ഡിസംബർ മാസത്തിൽ my dad's mother എന്റെ വല്യമ്മച്ചി was diagnosed with cancer. ക്യാൻസർ എന്ന അസുഖം ബാധിച്ചിരിക്കുന്നു എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറയുകയുണ്ടായി. And so the children and all told, if you want to do chemo, etc., and all those medical things. അതിനാവശ്യമായ ചികിത്സകൾ കീമോതെറപ്പി ഉൾപ്പെടെ ചെയ്യണം എന്നുള്ള നിലയിലായിരുന്നു അന്നത്തെ നിലപാട്. But Ammachi told one thing, no, I don't want to do anything. When the time is right, God will take me. Till then, how I want to live how He wants me to live. എന്നാൽ അമ്മച്ചി പറഞ്ഞത് ഞാൻ ഇപ്പോഴും വളരെ അടിവരയിട്ട് സൂക്ഷിക്കുന്ന ഒരു വാചകം തന്നെയാണ്. അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിയുടെ അതിനോടുള്ള മാനസികമായ നില എപ്രകാരമാണ്. അമ്മച്ചി പറഞ്ഞത് ഇപ്രകാരമാണ്: കർത്താവ് വരുന്നത് വരെയും കർത്താവിന് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ നടത്തുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രായത്തിൽ ഇപ്രകാരമുള്ള മരുന്നുകൾക്ക് അടിമപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ഒരു ദിവസം അവൻ എന്നെ വിളിക്കും. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ അവൻ ശക്തനാണ് എന്നുള്ള മറുപടിയാണ് അമ്മച്ചി എന്നോട് പറഞ്ഞത്. I spoke to her today morning also. ഇന്ന് പകലിൽ ഞാൻ എന്റെ അമ്മച്ചിയോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. She doesn't have any problem. അമ്മച്ചിക്ക് ഒരു പ്രശ്നവുമില്ല. There's absolutely nothing with her physically. ശാരീരികമായി നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. We do not know, but we know that one thing, she's been healed by Jesus Christ. അമ്മച്ചിക്കറിയാം, അത് പ്രത്യക്ഷമായിട്ട് ഞങ്ങൾക്കും കാണുമ്പോഴറിയാം. മറ്റൊന്നുമല്ല, ശാരീരികമായിട്ട് സൗഖ്യം യേശു കർത്താവ് അമ്മച്ചിക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. She is a living testimony to all. ഈ സാക്ഷ്യം അമ്മച്ചി എല്ലാവരോടും പറയാറുമുണ്ട്. I'll just give you a small practical example about how you will feel when you reach heaven. സ്വർഗത്തിൽ എത്തുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അനുഭവം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രായോഗിക ദൃഷ്ടാന്തം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. You all have blankets and quilts at home. You used to cover yourself while sleeping. നമുക്ക് വീട്ടിൽ ഉറങ്ങുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പുതപ്പുകളും ഒക്കെ ഉണ്ട്. Just imagine yourself putting that blanket over your head and covering your whole self. നമ്മുടെ മുകളിൽ മുഴുവനും മൂടുന്ന തരത്തിൽ പുതയ്ക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. And stay like that for 10 minutes. Stay like that for 10 minutes. അങ്ങനെ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ പുതപ്പിന് കീഴിലായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. How will you feel? എന്തായിരിക്കും നമുക്ക് തോന്നുക? You'll start having breathing problem. ആ സമയത്ത് നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുമോ? You'll feel uneasy and all that. ആകപ്പാടെ ഒരു വല്ലായ്മ ശരീരത്തിന് തോന്നുമ്പോ. But just remove the blanket, just throw the blanket away. How will you feel? ഈ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ബ്ലാങ്കറ്റ് എടുത്തു മാറ്റിയാൽ എന്തായിരിക്കും നമുക്ക് തോന്നുക? You'll feel a great sense of relief, right? അതൊരു നമുക്കൊരു പ്രത്യേകമായ ഒരു അനുഭൂതി, ഒരു പ്രത്യേക ഒരു സുഖം ശരീരത്ത് തോന്നും, അല്ലേ? That's what I want to tell you. When Christ comes, അതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് വരുമ്പോൾ whatever trials, whatever things that you're going on the face of the earth, ഇപ്രകാരം ലോകത്തിൽ വെച്ച് എന്തെല്ലാം തരത്തിലുള്ള പ്രക്ഷുബ്ധമായ മേഖലകൾ നമ്മെ ആവരണം ചെയ്താലും ശരി, everything is going to vanish in the blink of an eye. യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഒരു കണ്ണിമ ഞൊടിയുടെ നേരം കൊണ്ട് അതെല്ലാം മാറി നമ്മൾക്ക് പരിപൂർണമായ ഒരു വിശ്രാമത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ ആനയിക്കും.
So work, stay strong. Don't give up on the hope that God is going to come. ഒരിക്കലും അതുകൊണ്ട് കർത്താവിനെ കുറിച്ചുള്ള പ്രത്യക്ഷതയുടെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലകളെയും അഭിമുഖീകരിക്കുവാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടായിരിക്കണം. At the same time, I want to remind you, അതോടൊപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, at these particular times in your life, when you feel trouble, when you are disturbed, ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം ചില സമയത്ത് ദുസ്സഹമായി തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവസരങ്ങളിൽ you will start questioning God naturally. That's human tendency. അത് പ്രകൃതിദത്തമാണ്. ആ സമയത്ത് പലപ്പോഴും ദൈവത്തോട് നമ്മൾ എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. Why God? Why am I going through this? Why is this happening to me? ഇത് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾ ഒത്തിരി നമ്മൾ ചോദിക്കുന്നവരാണ്. Can I make it a valid note point to you that is practical atheism? Atheism. അത് നിരീശ്വരവാദമാണെന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. Because if at that time you say that God, why, that means you're believing that God is incapable of solving your things. He's incapable of. You don't have faith in him. ആ ചോദ്യത്തിന്റെ അർത്ഥം തന്നെ കർത്താവിന്റെ ശക്തിയിലുള്ള സംശയമാണ് അതിൽ നിഴലിക്കുന്നത് തന്നെ. So next time, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം think before you. നിങ്ങൾ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ കുടുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ എന്താണ് എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് ചിന്തിച്ചിട്ട് ചോദിക്കുക. God is going to take care of everything. So submit everything into God's hands. ഞാൻ ഒന്ന് പറയട്ടെ, ദൈവം അവൻ കരുതലുള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ തക്ക സമയത്ത് അവൻ കരുതേണ്ടതുപോലെ കരുതുന്ന ദൈവമാണ്. The Bible says, be anxious for nothing. ഒന്നിനെ കുറിച്ചും ചിന്താകുലപ്പെടുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. But submit everything in prayer. എന്നാൽ പ്രാർത്ഥനയോടുകൂടി സ്തോത്രത്തോടുകൂടി സകലതും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ അത്രേ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. Okay, the second point. എന്നാൽ രണ്ടാമത്തെ മർമ്മത്തിലേക്ക് ഞാൻ കടക്കട്ടെ. We look at God's servants has always succeeded or become something big always through suffering. കഷ്ടതകളിൽ കൂടിയും പീഡനങ്ങളിൽ കൂടെ സഹനത്തിൽ കൂടി മാത്രമേ എല്ലായ്പ്പോഴും നമ്മൾ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വിശുദ്ധന്മാർ ഉന്നതികളിലേക്ക് ഉയർന്നിട്ടുള്ളൂ. We'll just read verses 10 and 11. അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വളരെയേറെ മനസ്സിലാക്കുവാൻ കഴിയും. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. സഹോദരന്മാരെ, ആമേൻ. കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പൊഴുത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുമുള്ളവനല്ലോ. ആമേൻ. How many of us know from the Old Testament prophets, how many of them have struggled? പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് നോക്കുമ്പോൾ ഏറെ ആളുകളും കഷ്ടതകളിൽ കൂടിയും പീഡനത്തിൽ കൂടിയും കടന്നുപോയവരാണ്. Every single one of them ഓരോരുത്തരും has gone through a very difficult situation in your life. ജീവിതത്തിന്റെ ഏറ്റവും അഗ്നിശോധനകളിൽ കൂടിയാണ് അവർ കടന്നുപോയിട്ടുള്ളത്. But in the end they were able to proclaim God's name. എന്നാൽ അവസാനം എങ്ങനെയായിരുന്നു? അവർ ദൈവത്തിന്റെ നാമത്തെ പ്രഘോഷിക്കുന്നവരായി തീർന്നു. We know about Moses, Daniel, Jeremiah, so many people. മോശയെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചും യിരെമ്യാവിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവരുടെ ചരിത്രം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. Even Jesus asked God if he can take it away from me. യേശു കർത്താവ് പോലും ഒരു നിമിഷത്തിൽ ചോദിച്ചു, കർത്താവ് പിതാവേ, അങ്ങേക്ക് ഹിതമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റുവാൻ കഴിയുമോ എന്ന് നമ്മുടെ യേശു കർത്താവ് പോലും ചോദിച്ച നിമിഷമുണ്ട്. But then he said, let your will be done. എന്നാൽ അങ്ങയുടെ ഹിതം തന്നെ എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് അദ്ദേഹം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഒടുവിൽ We all know the story of Job. യോബിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. He lost everything. ജീവിതത്തിൽ ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു. Imagine yourself in Job's shoes. അപ്രകാരമുള്ള ഈ അനുഭവമായിട്ട് നമ്മുടെ അനുഭവങ്ങളെ ഒന്ന് സമാനതപ്പെടുത്തി നോക്കിക്കാട്ടെ. Imagine you lost your job. Imagine you lost your job. അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉദ്യോഗം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. Your loved ones. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. Everything, whatever that you had, your car, whatever you had, material things, is all gone.
നമുക്ക് ലഭിച്ച എല്ലാ അപ്രകാരമുള്ള നേട്ടങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊന്ന് വിചാരിച്ചു നോക്കിക്കേ. What will you do? എന്താണ് അപ്പോൾ നമ്മുടെ ആ സമയത്തെ മനോഭാവം? For sure, we'll definitely get angry. ആ സമയത്ത് നമ്മൾക്ക് നിരാശയുണ്ടാകും, കോപമുണ്ടാകും, ക്രോധമുണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. But what did Job do? എന്നാൽ ഇയ്യോബ് ഇങ്ങനെയുണ്ടായിരുന്ന ആ സമയത്ത് എന്താണ് ചെയ്തത്? He persevered. അദ്ദേഹം ഈ കഷ്ടതയിൽ നിലനിൽക്കുവാൻ, സ്ഥിരതയോടെ നിലനിൽക്കുവാൻ സഹനം അദ്ദേഹം അഭ്യസിച്ചു. So in your life, if you're facing through something hard and going through a very difficult situation, remember that you're going to survive by God's grace. ഇപ്രകാരമുള്ള കഠിനമായ ശോധനകളിൽ കൂടെ, അഗ്നിശോധനകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക തത്വമുണ്ട്. മറ്റൊന്നുമല്ല, ഇതിൽ നിന്നൊക്കെ സ്ഥിരതയോടെ നാം നിലനിന്ന് സഹനത്തോടെ നിലനിന്ന് കഴിയുമ്പോൾ ഒരിക്കൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. There was a young man. ഒരിടത്ത് ഒരു ചെറുപ്പക്കാരൻ, He went to a old pastor. അത് ഒരു പാസ്റ്റർ അടുത്തേക്ക് കടന്നു ചെന്ന്, And he said, Pastor, please pray that I may have patience. എനിക്ക് ക്ഷമയുണ്ടാകണം, എനിക്ക് ക്ഷമ വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഒരു പാസ്റ്റർ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ഒരിക്കൽ പറയുകയുണ്ടായി. And so the pastor said, okay, kneel down, I'll pray for you. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, മുട്ടുമ്മേൽ നിൽക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. And the pastor started praying, Lord, അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്രകാരം: കർത്താവേ, give him trials and temptations and all difficult situations. ഈ കുഞ്ഞിന് ശോധനകളും പരിശോധനകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ കൊടുക്കണമേ, പരീക്ഷണങ്ങളും ഒക്കെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. At that time, the young man jumped up and said, ഇത് കേട്ടുകൊണ്ട് ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, I didn't ask you to pray for trials. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ലല്ലോ പാസ്റ്ററെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. And the pastor said, kneel back down, and that's what I'm exactly praying for. എന്നിട്ട് പാസ്റ്റർ പറയുകയാണ്, മറുപടി പറഞ്ഞു, നീ വീണ്ടും മുട്ടിന്മേൽ നിൽക്കുക കുഞ്ഞെ, ഇതാണ് എനിക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വിഷയം. There is nobody in the Bible that has come through without suffering for even a small bit. Has not become great. നമ്മുടെ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് ഏത് വിശുദ്ധൻ വന്നിട്ടുണ്ടോ അവരുടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കഠിനമായ അഗ്നിശോധനകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങൾ കൂടി മാത്രമാണ് ആ ഉന്നതമായ നിലവാരങ്ങളിലേക്ക് അവൾ കടന്നു വന്നിട്ടുള്ളത്. We'll just read James chapter 1 verses 12. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരം. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. I would like to say another story. Before that, we'll just read Malachi chapter 3 verses 3. മലാഖിയുടെ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ ഇതിനോട് ചേർന്ന് നമുക്ക് വായിക്കാം. Just the first part. അതിന്റെ 1-ാം പാദം മാത്രം വായിച്ചാട്ടെ. മലാഖിയുടെ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ 1-ാം പാദം, അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ചു, പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. Do you know how silver is refined? എങ്ങനെയാണ് പൊന്നിനെയും വെള്ളിയെയും നിർമ്മലീകരിക്കുന്നതെന്ന് ശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? One lady went and asked the silversmith, how is silver refined? എങ്ങനെയാണ് ഇത് നിർമ്മലീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു വനിത ഒരിക്കൽ പോയി. And the silversmith said, ഈ തട്ടാൻ പറഞ്ഞു, it's very simple, you just hold it into the fire. അത് വളരെ ആയാസരഹിതമാണ്. കാരണം അത് ഈ വെള്ളിയുടെ എന്താണ് നിങ്ങൾക്ക് ശുദ്ധീകരിക്കേണ്ടത്? അത് തീയിലോട്ട് പിടിക്കുക. And in the hottest part of the fire, അത് ഏറ്റവും ചൂട് കൂടിയ അഗ്നിയുടെ ആ ഭാഗത്തേക്കാണ് അത് പിടിച്ചു കൊടുക്കേണ്ടത്. And the silversmith has to sit there and keep on looking at the silver. ആ തകിടിലേക്ക് നോക്കിക്കൊണ്ട് തട്ടാനിരിക്കുകയും വേണം ഈ സമയത്ത്. And you know how do you know the silver is purely refined? എങ്ങനെയാണ് ഇത് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നത്? And the silversmith replied, saying that it's very simple. Only when I see my face in the silver, that time I know the silver has been purely refined. ഈ വെള്ളിത്തകിട് ഈ തീക്കകത്ത് പിടിച്ച് അതിന്മേൽ അടിച്ച് ഒടുവിൽ ഈ വെള്ളിത്തകിടിൽ ഒരു കണ്ണാടി പോലെ
തന്റെ പ്രതിബിംബം അതിൽ നിഴലിക്കുന്നത് കാണുമ്പോൾ തട്ടാന് മനസ്സിലാകും ഇത് പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടു. That's how God is sitting there with our life in the hottest of flames. He's trying to make us look like him, trying to make us in his image. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നബാധിതമായ മേഖലകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രക്ഷുബ്ധമായ മേഖലകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അഗ്നിയുടെ ശോധനകളാണ്. എന്നാൽ ആ സമയത്തും കർത്താവിൽ അനുരൂപമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിനെ പോലെ ആകുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കടത്തുവാൻ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിൽ കൂടി ചെയ്യുന്നത്. So persevere no matter what, because God is in charge of your situation, of your life. എത്ര തരം കഷ്ടതകൾ വന്നാലും ഒന്ന് മാത്രം വിചാരിച്ചുകൊള്ളുക, സ്ഥിരതയോടെ നിങ്ങൾ സഹനത്തോടെ നിലനിന്നാൽ തീർച്ചയായും ദൈവം അതിൽ നിന്ന് നിങ്ങളെ ഉന്നതികളിലേക്ക് ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. You may not realize this now, but later you'll definitely realize this. ഇത് ഇപ്പോൾ, അതായത് ഈ അഗ്നിശോധനകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുകയില്ല. എന്നാൽ ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരു കാലത്ത് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും ദൈവം നമ്മെ കടത്തിവിട്ട പാതകളുടെ മഹത്വം എത്രയേറെ ആയിരുന്നുവെന്ന്. I'll just share a simple testimony of mine. ഇതിൽ എന്റേതായ ഒരു ദൃഷ്ടാന്തം കൂടെ, എന്റേതായ ഒരു സാക്ഷ്യം കൂടി ഉൾപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. In my 8th semester of engineering, എഞ്ചിനീയറിംഗിന്റെ 8ാമത്തെ സെമസ്റ്ററിൽ, that is the last semester, we are all parting ways after the 8th semester ഇത് exam. 8ാമത്തെ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ അത് അവസാനത്തെ സെമസ്റ്റർ ആണ്. അതിനുശേഷം എല്ലാവരും പിരിയുകയാണ്. So we try the maximum to enjoy in the 8th semester. ആ 8ാമത്തെ സെമസ്റ്ററിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ നിലയിൽ ഞങ്ങൾ ആകണമെന്ന് ഞങ്ങൾക്ക് എപ്പോഴും ആഗ്രഹമാണ്. Classes are few and there's only project work, very few classes. You can take leave how much ever you want. നമുക്ക് ഇഷ്ടം പോലെ അവധി എടുക്കാം. പ്രൊജക്ട് വർക്ക് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടുള്ള തിയറി ക്ലാസ്സുകളില്ല. And so all of my friends decided we'll go to Kanyakumari. അപ്പോ ഞങ്ങൾ കൂട്ടുകാരിലാണ് നിശ്ചയിച്ച് കന്യാകുമാരി വരെ ഒന്ന് പോയാൽ എന്താ? Because one of the guys studying my class, his house is in Kanyakumari. അതിൽ ഒരാൾ കന്യാകുമാരിക്കാരൻ തന്നെയാണ്. So he said we'll go visit Kanyakumari, go sightseeing, and then we'll stay at his അവിടെ place. കാണാവുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തു. At that time I was low on cash and I was low on money. ആ സമയത്ത് എനിക്ക് പണത്തിന് അല്പം ദാരിദ്ര്യം ഉണ്ടായിരുന്നു. So I called home and told Papa, Mummy, I want money, I want to go to Kanyakumari. ഈ ആവശ്യത്തിന് വേണ്ടി പണം വേണമെന്ന് ഞാൻ എന്റെ പിതാവിന്റെ അടുത്ത് ആവശ്യപ്പെടുകയും ചെയ്തു. Both of them said no. ആ സമയത്ത് എന്റെ മാതാപിതാക്കൾ പറയുകയാണ് വേണ്ട. He said no, don't go, sit and study. ഇപ്പൊ നീ പോകണ്ട, നീ വീട്ടിലിരുന്ന് അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. So I told my friends, okay, I'm not coming, you guys go. അവര് പോവുകയും ചെയ്തു. പോകണമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. So these guys head off and that weekend there was Dawn Moon concert in Chennai. Pardon? That weekend there was a Dawn Moon concert in Chennai. Dawn Moon. ഡോൺ മൂൺ എന്ന് പറയുന്ന പ്രോഗ്രാം അന്ന് എവിടെ ഉണ്ടായിരുന്നു? ചെന്നൈയിൽ ഉണ്ടായിരുന്നു. So I decided, okay, fine, I'm not going to do anything, I'll take tickets for that and I'll go. ഈ പ്രോഗ്രാമിന് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു ആ സമയത്ത്. So that day night I go to my local guardian's house, my dad's auntie. അത് എനിക്ക് അവിടുത്തെ രക്ഷകർത്താവിന്റെ അടുത്തേക്ക് പോകാനുള്ള അനുവാദം കിട്ടി. So I went home and I was sitting there in the night, I'm getting messages on WhatsApp and Facebook. അവിടെ കമ്പ്യൂട്ടറിൽ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. And these guys are sharing pictures of how much fun they're having. അവിടെ എന്തെല്ലാം തമാശ ഉണ്ടെന്ന് എന്നെ കാണിച്ചുകൊണ്ടിരുന്നു. I'm literally upset. I become very upset and I start crying. ആ സമയത്ത് സത്യം പറയാൻ എനിക്ക് വലിയ പ്രയാസവും തോന്നി. And then I sleep off. അങ്ങനെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. And the next day, പിറ്റേ ദിവസം I was doing sound system in church. So every Saturday morning we have sound check, practice. So many things are done on Saturdays. പിറ്റേ ദിവസം രാവിലെ ചർച്ചിൽ പോയി അവിടുത്തെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, so there's this Dawn Moon concert is on Saturday and Sunday. ഞായറാഴ്ചയും ശനിയാഴ്ചയുമാണ് ഡോൺ മൂൺ കൺസർട്ട് അവിടെ ഉണ്ട്, ഈ പരിപാടി അവിടെ ഉണ്ടായിരുന്നത്. And so then whole day morning struggling doing sound system. We had to put stickers on the CDs, put wrapping, boxing. So many things were being happening. എനിക്ക് ഈ ചർച്ചിൽ ഏറെ ജോലികൾ ഉണ്ടായിരുന്നു. I was standing the whole time. ഞാൻ ആ സമയത്ത് മുഴുവൻ നിന്നുകൊണ്ടാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. I was thinking, if I was in Kanyakumari, I wouldn't have been doing this. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ എനിക്ക് ഈ സമയത്ത് കന്യാകുമാരിയിലായിരുന്നു എത്ര സന്തോഷമായിരുന്നു എന്ന്. So around 2:30, 2:30 മണിയായപ്പോൾ
the pastor in charge of the media team comes and tells us we have to go to the concert location ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പാസ്റ്റർ വന്ന് പറഞ്ഞു. because the church band is opening for Don Mohan. ഡോൺമുണിൽ വെച്ച് ഈ ചർച്ചിന്റെ കൊയർ തുടങ്ങാനുള്ള പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു. So we need to go there and do sound check and all that. അവിടെ ചെന്ന് വീണ്ടും ശബ്ദ പരിശോധനയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. We arrive at the concert location. ആ ദേശത്ത് എത്തിക്കഴിഞ്ഞ ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ we get on stage to the back side. ഞങ്ങൾ പുറകുവശത്തോടാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. There we have Don Mohan and his full team sitting and practicing. അവിടെ അവർ അത് പരിശീലിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു ഈ പരിപാടികൾ. That is the biggest surprise that I ever had in my life. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു ഈ പരിപാടിയുടെ ഉടമസ്ഥർ തന്നെ ഇത് പരിശീലിക്കുന്നത് കാണുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചത്. At the end of that, Don Mohan comes and gives a shake and says, "Hi, I'm Don." And like, "Yeah, hi, I'm Sam." അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഡോൺ മോഹൻ എന്റെ അടുത്ത് വന്ന് എനിക്ക് കൈ തരികയും എന്നോട് വളരെ സന്തോഷത്തിനായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. I was able to take a picture with them. എനിക്ക് അവരോടൊപ്പം പടമെടുക്കുവാനൊക്കെയുള്ള അവസരം കിട്ടി. If you don't know who Don Mohan is one of the biggest artists in English music and English Christian music. ഇംഗ്ലീഷ് മ്യൂസിക്കിലെ ഏറ്റവും ഉയർന്ന പ്രമുഖനായ ഒരു കലാകാരനാണ് ഡോൺ മോഹൻ. And I was standing on stage with the top artists, the guitarists, all the people who are on the top with the best sound system, with the best managers, even managers in Chennai. ക്രിസ്തീയ പരിപാടികളിലെ ഏറ്റവും അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കലാകാരന്മാരോട് ചേർന്ന് നിൽക്കുവാൻ ഒരു അസുലഭ അവസരമാണ് എനിക്ക് അന്ന് കിട്ടിയത്. Then I didn't even feel bad that I didn't go to Kanyakumari. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കന്യാകുമാരിയിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ അനുഭവമാണ് ദൈവം എനിക്ക് ഇപ്പോൾ തന്നത്. That was a great blessing to me. I never even realized in my entire life, because the previous year I just went to a concert and was way back. I couldn't see Don Mohan on stage. I just saw him. മുൻപൊരിക്കൽ ഇതേ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഞാൻ ഏറ്റവും പുറകിൽ പോയി ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യമോ ദൈവം എന്നെ ആ പരിപാടി നടത്തുന്ന ആളുകളോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അതിന്റെ ഭാഗഭാക്ക് ആകുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഉയർത്തിയ ഒരു അവസരമായിരുന്നു. And because I didn't go for a trip like that to Kanyakumari, അങ്ങനെ കന്യാകുമാരിയിൽ പോകാനൊക്കാഞ്ഞത് കൊണ്ട് I was able to meet Don Mohan. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഭാഗ്യകരമായ അവസരം എനിക്ക് ലഭിച്ചത്. At the same time, അതേ സമയത്ത് തന്നെ a month later after that, ഒരു മാസം കഴിഞ്ഞതിന് ശേഷം all of my friends together we had a road trip to Mahabalipuram. ഞങ്ങൾ മഹാബലിപുരത്തേക്ക് റോഡ് മാർഗം പോയി. Around 250 kilometers on 5 bikes, all of us went. ഞങ്ങൾ ബൈക്കിൽ കയറി ഒരു 250 കിലോമീറ്റർ അപ്പുറമുള്ള ആ സ്ഥലത്തേക്ക് പോയി. It was one of the best times that we ever had in our engineering life. ഞങ്ങളുടെ ആ കലാലയ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഒരു അവസരമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് ഞാൻ. Kanyakumari maybe 500-600 kilometers away. കന്യാകുമാരി എന്ന് പറയുന്നത് 500 കിലോമീറ്റർ അപ്പുറമാണ്. But then they had even more fun. All the guys who came had even more fun than the time that they went to Kanyakumari when we went to Mahabalipuram. എന്നാൽ ഞങ്ങൾക്ക് മഹാബലിപുരത്ത് പോയത് ഏറ്റവും ഉന്നതമായ സന്തോഷം ലഭിക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. That's how God cares for us. ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയില്ല. എന്നാൽ നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ഉന്നതമായ അനുഭവങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയതിന്റെ ആ വില നമുക്ക് മനസ്സിലാകുന്നത്. We'll just close with Romans chapter 5 verses 3 and 4. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിച്ച് സംസാരിച്ചതിന് ശേഷം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. So instead of counting to 10 and using foul language, let's put this passage into our life, practical life, that we will persevere no matter what. ലോകത്തിൽ പറയുന്ന ഇപ്രകാരമുള്ള കണക്കൂട്ടലൊന്നുമല്ല. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. Prescription for patients. ഇതാണ് രോഗിക്ക് കൊടുക്കുന്ന മരുന്നുകുറിപ്പ്. Number 1, hope on the second coming of the Lord. കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ പ്രത്യക്ഷത അതിനുവേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. Number 2, persevere no matter what. എന്ത് തന്നെ വന്നാലും സഹനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. With these small what do you say,
things that happen in your life, that's how God is turning you, changing you, forming you into who He wants you to be. So be patient and hope on the Lord and wait till it comes again. നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്രകാരമുള്ള പ്രക്ഷുബ്ധതകളും പ്രശ്നങ്ങൾ ബാധിതമായ മേഖലകളിലും നിങ്ങൾ കാണിക്കുന്ന പ്രതികരണമായിരിക്കും നിങ്ങളെ കർത്താവ് ഉന്നതകളിലേക്ക് നടത്തുവാൻ കാരണമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിങ്ങൾ വിശുദ്ധിയോടെ സഹനത്തോടെ നിങ്ങൾ നിലനിന്നാൽ, സഹിഷ്ണുതയോടെ നിലനിന്നാൽ കർത്താവ് ഒരു ദിവസം നിങ്ങളെ ഉയർത്തും. When you apply this in your life, നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആപേക്ഷികമാക്കുമ്പോൾ definitely this is going to reflect to all those who are around you. നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളൊക്കെയും നിങ്ങളെ ശ്രദ്ധേയനായി ശ്രദ്ധിക്കുവാൻ ഇടയാക്കും. Because it's natural, nobody has patience. അത് സത്യമാണ്. സാധാരണ ആർക്കും തന്നെ ദീർഘക്ഷമ എന്ന് പറയുന്ന ക്വാളിറ്റി ഇല്ല. If you apply this, there will be a day they will question you. How can you have so much of patience? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയേറെ ദീർഘക്ഷമ കിട്ടിയതെന്ന് അനേകർ ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം വരും. Let this be a testimony to your non-Christian friends and the people around you who do not know Christ. കർത്താവിനെ അറിയാത്ത ആളുകളുടെ ഇടയ്ക്കും ഇത് നിങ്ങൾക്കൊരു വലിയ ദൃഷ്ടാന്തീകരണമായി തീരും. I would like to show you a video ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. about people who have persevered no matter what. കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ആളുകളെ അപ്രകാരമുള്ള ഒരു വീഡിയോ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And I'm going to wind up my message. ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കാൻ തുടങ്ങുന്നു. In the second half of the video is a famous missionary called Nick Vujicic. നിക് വിജുവിക് എന്ന് പറയുന്ന ഒരു മിഷണറി. I'm sure all of you must have known that he doesn't have arms or legs, he has just one limb. കൈകാലുകളില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം, ഒരു ദൈവദാസനാണ്. You know, because he persevered, he's been blessed abundantly. അദ്ദേഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ തന്നെയാണ്. അദ്ദേഹം ഏറെ കഷ്ടതകളിൽ സഹിച്ച ഒരു മനുഷ്യൻ തന്നെയാണ്. Around 2 years back he got married, now he has got a child. 2 വർഷം മുൻപ് അദ്ദേഹം വിവാഹിതനായി, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്. That's the example of how you persevere. അതാണ് സഹിഷ്ണുത എവിടെ നമ്മളെ എത്തിക്കുന്നു, ദീർഘക്ഷമ എവിടെ നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതിന് പരസ്യമായ ഒരു ദൃഷ്ടാന്തം. So I'll just close with these words. Hope on the second coming of the Lord. ഞാൻ വീണ്ടും പറയട്ടെ, ദീർഘക്ഷമയോടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സഹിഷ്ണുത ജീവിതത്തിന്റെ ഒരു മുഖമുദ്രയായി നിങ്ങൾ ആക്കുവാൻ ശ്രമിക്കുക. Thank you and God bless. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.